ഇപ്പോൾ ഈ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഡ്രഗ്സ് റിലേറ്റഡ്, അത് ഓഫ് കോഴ്സ് നിങ്ങളുടെ ടീമിൽ ഒരാളാണ്, അത് പരാതി തന്നിരിക്കുന്നതും ടീമിൽ ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആസ് എൻ അതോറിറ്റി വരുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ? വലിയ പ്രഷറാണുള്ളത്. ഇപ്പോൾ നമ്മുടെ സംഘടനയിലുള്ള ആളല്ല പരാതി നൽകിയിരിക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്, ഞങ്ങളുടെ സുഹൃത്താണ്. ഷൈൻ ടോമിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് അമ്മയുടെ ഓഫീസിൽ വന്നിട്ടില്ല? വർക്കിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ മഞ്ജു എന്താ കഴിച്ചേക്കണെന്ന് എനിക്കറിയാൻ പറ്റൂ? ഇല്ല. അപ്പൊ ഈ തൊഴിലിടത്തിൽ വരുമ്പോ എന്താണ് കഴിച്ചേക്കണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കയറ്റാൻ പറ്റും. എൻ്റെ അടുത്ത് ഈ കാസ്റ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് ഒരുപാട് പേര് ധർമ്മജനെ പറ്റി പറഞ്ഞു, പുള്ളി മദ്യപിച്ചിട്ട് ആണ് വിഷയം ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കറിയാം, എനിക്കെന്നു ഏറ്റവും ആദ്യം സെറ്റിൽ എത്തുന്ന പുള്ളിയാണ്. പുള്ളി നമ്മളൊരു ഇത് കൊടുക്കുമ്പോഴത്തേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്നു. നമ്മളെന്താണ് കുറ്റം പറയണത്? സെറ്റിൽ മൂടെ മാറ്റുന്ന, വളരെ ഒരു എൻജോയ്മെന്റ് ആക്കുന്ന ഒരാള് നമ്മളെന്ത് കുറ്റം പറയും? ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ചുറ്റും മയക്കുമരുന്ന് തന്നെയായിരുന്നു. ഞാൻ അന്ന് അതിലൊക്കെ പോയിരുന്നു, ഞാൻ ചത്തുവാനിപ്പോൾ. കള്ള് കുടിക്കാത്ത ആൾക്കാർ വന്നിട്ട് കള്ള് കുടിയന്മാരത്തെ പറയുമ്പോൾ പറയും, എടാ ഇത് കുടിച്ചു നോക്കാം എന്നാലും അതിൻ്റെ സുഖം അറിയാൻ പറ്റുമെന്ന് പറയില്ലേ. ഞാൻ അതിൻ്റെ സുഖങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ദോഷമാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞത്. അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഓഫ് കോഴ്സ് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് യു ഹാവ് ദി അതോറിറ്റി, യു ആർ എ പാർട്ട് ഓഫ് ദി ടീം. അതിലൊരു കമ്മിറ്റി അംഗം കൂടാണ്. ഇപ്പോൾ ഈ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഡ്രഗ്സ് റിലേറ്റഡ്, അത് ഓഫ് കോഴ്സ് നിങ്ങളുടെ ടീമിൽ ഒരാളാണ്, അത് പരാതി തന്നിരിക്കുന്നതും ടീമിൽ ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആസ് എൻ അതോറിറ്റി വരുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? വലിയ പ്രഷറാണുള്ളത്. ഇപ്പോൾ നമ്മുടെ സംഘടനയിലുള്ള ആളല്ല പരാതി നൽകിയിരിക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്, ഞങ്ങളുടെ സുഹൃത്താണ്. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പലപ്പോഴായിട്ട് നമ്മൾ കാണാറുള്ള ഒരാളാണ്. ആരോപണ വിധേയനായിരിക്കുന്ന ആളും നമ്മുടെ അംഗം കൂടെയാണ്. അതുമാത്രമല്ല ഇതുപോലെ സഹപ്രവർത്തകനാണ്, സുഹൃത്താണ്, ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. അപ്പോൾ ഇതിൽ വ്യക്തത വരുത്തേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ്. ഇപ്പോൾ സുഹൃത്ത് എന്നുള്ള നിലയിലും സംഘടനാപരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ പ്രഷർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, ഇപ്പം തന്നെ ഇത് എന്താണെന്ന് ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ചെയ്യുന്നതുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരല്ല, നമ്മൾ പോലീസല്ല, നമ്മൾ പട്ടാളമല്ല, നമ്മൾ കോടതിയല്ല, നമുക്കൊരു ലീഗലി ഒരു റൈറ്റ്സ് ഇല്ല. പോയിട്ട് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒരാളെ പിടിച്ചുകൊണ്ട് വരാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നറിഞ്ഞിട്ടും നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ അല്ലെങ്കിൽ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് വാശി പിടിച്ച്, അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, നിങ്ങളിപ്പോൾ ഇപ്പം തന്നെ ഇയാൾക്കെതിരെ ഒരു നടപടി എടുക്കണം, ഇപ്പം തന്നെ തൂക്കി കൊന്നേക്കണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കൊരു ലിമിറ്റേഷൻ ഇല്ല. ഇതൊരു സംഘടനയാണ്. സംഘടന എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. സംഘടനയ്ക്ക് അകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഒറ്റയടിക്ക് ഒരാളെ അങ്ങ് കാര്യം എന്താണെന്ന് അന്വേഷിക്കാതെ നമുക്ക് ഒരാളെ വേരോട് അങ്ങ് അറുത്തു മാറ്റാൻ പറ്റുമോ? നമ്മളെപ്പോഴും രണ്ട് ഭാഗം കേൾക്കണം. നമ്മളിപ്പോൾ ഒരു കോടതിയിലൊരു കേസ് വരികയാണ്, ഇപ്പോൾ സുപ്രീം കോടതിയിലാണല്ലോ നമ്മൾ അവസാനം ചെല്ലുന്നത് ഒരു കേസും കൊണ്ട്. അവിടെ ലാസ്റ്റാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി കോടതി ഇല്ല, പരമോന്നത അധികാരമാണ് അവിടെ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് പോലും വാദിക്കും പ്രതിക്കും അവരുടെ ഭാഗങ്ങൾ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കാൻ ഒരു സംഘടനയ്ക്ക് പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. അപ്പം നമ്മളത് കേൾക്കണം. അപ്പോൾ ഒരു മാനുഷിക പരിഗണന നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. അത് കൊടുത്തിട്ട് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ഗ്യാദർ ചെയ്തിട്ട് എന്താണോ അതിൻ്റെ പ്രശ്നം, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് എല്ലാവരും കൂടെ വേണം തീരുമാനം എടുക്കാൻ. അല്ലാതെ ഒറ്റൊരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ തീരുമാനം എടുത്താൽ പോലും നമുക്കതൊരു ഒരാളുടെ തൊഴിൽ നിഷേധം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം അത് മൗലിക അവകാശ ലംഘനമാണ്. ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശമാണ് അയാൾക്ക് ജോലി ചെയ്യാന്നുള്ളത്. ഒരാളുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആർക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ മനുഷ്യാവകാശ സംഘടനകളുണ്ട് അല്ലേ? അപ്പോൾ അവർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? അപ്പോൾ ഇതെല്ലാം ചെയ്യണമെന്ന് നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞങ്ങൾക്കറിയാം എന്ത് തീരുമാനിക്കണമെന്ന്. ആ തീരുമാനം എടുക്കാനുള്ളൊരു സമയം വേണം. ഇവിടെ പല കേസുകളും ഒരുപാട് വർഷം കഴിഞ്ഞിട്ടല്ലേ അതിന് തീർപ്പ് വരുന്നത്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയിലുള്ള ആൾക്കാർ CBIയിലോ അല്ലെങ്കിൽ SITയിലോ ഒന്നുള്ള ആൾക്കാരൊന്നും അല്ല, സാധാരണ ഇതുപോലത്തെ ആൾക്കാരാണ്. അല്ലെങ്കിൽ ജേർണലിസം പഠിച്ച ആൾക്കാരോ ഒന്നുമല്ല, സാധാരണ നമ്മളിപ്പോൾ ജേർണലിസ്റ്റായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതൊക്കെ, അല്ലാതെ ഇതിന് ശരിക്കും എങ്ങനെയാണ് ഇതിന് സംസാരിക്കേണ്ടതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ സാധാരണ ഇപ്പം നമ്മുടെ അയൽപക്കത്തൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കും? അതുപോലെ തന്നെയല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ രീതിയിൽ നമ്മൾ എല്ലാവരും കൂടെ കൂട്ടമായ ഒരു തീരുമാനം എടുക്കണം. അതിനൊരു സമയം വേണം. ആ തീരുമാനം എടുക്കണം. രണ്ട് ഭാഗത്തും ന്യായം എന്താണ് എന്ന് പരിശോധിക്കണം.
സത്യത്തിൻ്റെ കൂടെ മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന കാര്യം, നമ്മൾ സത്യത്തിൻ്റെ കൂടെ ആയിരിക്കും. അമ്മ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ കുറ്റം പറയുന്ന ആർക്ക് വേണമെങ്കിലും കുറ്റം പറയാം. നമുക്ക് ഇപ്പോൾ എല്ലാവരുടെയും വായ അടച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ അങ്ങനെ മഞ്ജു ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ദൃശ്യത്തിൽ ആ കുട്ടിയാണോ ഈ സംസാരിക്കുന്നത്? ടിൻചേട്ടന് മനസ്സിലായില്ല. ഞാൻ അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ആക്ച്വലി അൻസിബയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അപ്പൊ അൻസിബയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ആക്ച്വലി എന്റെ ആ ഒരു തോട്ട് മാറിയായിരുന്നു. ഈസ് വെരി മെച്യൂർഡ്, പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ദൃശ്യത്തിൽ കണ്ട ആളല്ല എന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു. വർഷം കഴിഞ്ഞു അത് അല്ല, അത് മാത്രല്ല, പറയുന്ന ഓരോ ഇന്റർവ്യൂസിലും അൻസിബ പറയുന്ന കാര്യങ്ങൾക്ക് ഷീ ഹാഡ് എ ക്ലാരിറ്റി. എല്ലാത്തിനും പറയുന്നതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. വെറുതെ അല്ലല്ലോ ഒരു ആർജയായിട്ടിരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ അന്വേഷണ സമിതിയിൽ ഉൾപ്പെടുത്തിയപ്പോ എന്റെ അമ്മ ചോദിച്ചു, ആ കുട്ടിക്കൊക്കെ ഇത് അന്വേഷിക്കാൻ. ഞാൻ പറയാം, ആ കുട്ടിയൊന്നും അല്ല, അമ്മ ഇപ്പോഴും ദൃശ്യം കണ്ടോണ്ടിരിക്കുകയാണേ. അമ്മ ഇപ്പോഴും ദൃശ്യം കണ്ടോണ്ടിരിക്കുകയാണ്, ചെമ്മീൻ കണ്ടോണ്ടിരിക്കുകയാണ്, ഷീലനെ മധുവിനൊക്കെ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അവരൊക്കെ വെച്ച് പ്രോഗ്രാം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും, മധു സാറിനെ ഷീലനെ വെച്ച്. അവർക്ക് കാരണം അവർ കണ്ടോണ്ടിരിക്കുന്ന സ്റ്റാർസ് ഇപ്പോഴും അതൊക്കെ തന്നെ. അപ്പൊ ദൃശ്യത്തിലെ കൊച്ചിനെ തന്നെ കണ്ടോണ്ടിരിക്കണത്. ആ കൊച്ചു പോയി അന്വേഷിക്കാൻ പോകണം. അല്ല, അത് ഈ പോലീസ് ഡേ കഴിയുമ്പോഴത്തേക്ക് അത് ആ ഒരു ഇമേജ് മാറിക്കിട്ടും. ഇപ്പൊ അമ്മയിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ, ഇങ്ങനെ ഒരു കേസ് വന്നാൽ നിങ്ങളുടെ ഒരു പ്രോസസ്സ് എന്താണ് ആക്ച്വലി? എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കുക? നമ്മളിപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി. അതിൽ 3 പേരുണ്ട്. വിനു മോഹനുണ്ട്, സരയുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ 3 പേരാണ്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഭാഗത്തു നിന്നും അവരുടെ വിശദീകരണം തേടി അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയും കൂടെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് അവിടെ നിന്നും കൂടെ നമ്മൾ അവർ പറയുന്ന അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ട് നമ്മുടെ സമിതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ 3 അംഗ സമിതിയുടെ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ ജൂണിൽ ജനറൽ ബോഡി ഉണ്ട്. അപ്പോൾ ജനറൽ ബോഡിയിലായിരിക്കാം ചിലപ്പോൾ തീരുമാനം എടുക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ആ തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊരു വലിയ ഡൗട്ടാണ്. കാരണം ഞങ്ങളിപ്പോൾ അഡോക് കമ്മിറ്റിയാണ്. അഡോക് കമ്മിറ്റി അങ്ങനെ വലിയൊരു കാര്യം, ഒരു തീരുമാനം എടുക്കാനുള്ള പവറില്ല. എല്ലാവരും ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജനറൽ ബോഡിയിൽ നമുക്കൊരു വലിയ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. റിപ്പോർട്ട് എന്തായാലും നമ്മൾ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ കേസ് വന്നപ്പോൾ തന്നെ അതിൽ ആരോപണം കമ്മീഷന്റെ പരിപാടിയാണോ? അല്ല, പറയട്ടെ, ഞാൻ നിങ്ങളെ കിട്ടുമ്പോഴല്ലേ എനിക്കിത് ചോദിക്കാൻ പറ്റുള്ളൂ. അതായത് 2 ഭാഗമുണ്ടല്ലോ. അതായത് ഇപ്പോ ആളുടെ പേര് പുറത്ത് വിടണ്ടായിരുന്നു, ഇത് സിനിമയിൽ തീർക്കാമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ആക്ട്രസ് ഉൾപ്പെടെ പറഞ്ഞു, എനിക്ക് ആ പേര് പറയാൻ താല്പര്യമില്ലായിരുന്നു, അത് ആളുകൾ പുറത്തു വിട്ടതാണ്. പക്ഷെ അതല്ല, നടിയുടെ പേര് പറയാമെങ്കിൽ എന്തുകൊണ്ട് ആക്ടറുടെ പേര് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം വാട്ട് ഡു യു ഗൈസ് തിങ്ക് ആസ് എ പാർട്ട് ഓഫ് ദി ടീം? ഇപ്പം നമ്മൾക്ക് പരാതി തന്ന വ്യക്തി ആർക്കെതിരെയാണോ പരാതി നൽകിയിട്ടുള്ളത് ആ ആളുടെ പേര് പറയരുത് എന്ന് വ്യക്തമായിട്ട് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ റിക്വസ്റ്റിനെ മാനിച്ചത് കൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയുടെ പേര് നമ്മുടെ ഭാഗത്തുനിന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുകയില്ല. കാരണം അത് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്, ട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മളൊരാളെ വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്, അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ടിൻചേട്ടനോട് ഇത് റിലേറ്റഡ് ലാസ്റ്റ് ഒരു ക്വസ്റ്റനും കൂടെ. എനിക്ക് കേരളാക്കാൻ പ്ലാൻ ഇല്ല, കാരണം എന്താ വെച്ചാൽ സിനിമയിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്ന് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള ആളാണ് ടിൻചേട്ടൻ. നമ്മളിപ്പോൾ ഏതൊരു തൊഴിലിടത്തിലാണെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഡ്രഗ്സ്, സ്മോക്കിംഗ്, ഇപ്പൊ സ്മോക്കിംഗ് പിന്നെയും സ്മോക്കിംഗ് ഏരിയയൊക്കെ ഉണ്ടാവും, പക്ഷെ ലിക്കർ പോലെ അല്ലെങ്കിൽ ഡ്രഗ്സ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. സ്ട്രിക്റ്റ് ആയിട്ട് ദർ വിൽ ബി ആൻ ഓർഡർ. അങ്ങനെ ചെയ്യുന്ന ആളുകൾ സ്ട്രിക്ട്ലി അവിടെ നിന്ന് എലിമിനേറ്റഡ് ആവും, അവരെ നമ്മൾ പറഞ്ഞു വിടും എന്നുള്ളതാണ് ഏതൊരു ജോലി സ്ഥലത്തും. സിനിമയിൽ എന്തുകൊണ്ടാണ് അത് പ്രാവർത്തികമാവാത്തത്? ആരാണ് പറഞ്ഞു വിടുന്നത്? ഇത് ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഇല്ല. കാരണം 70% പുറത്താണ് ഉപയോഗിക്കുന്ന ആൾക്കാർ. IT ഫീൽഡിലുണ്ട്. ഇത് അറിയുന്നില്ല, ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഇതിന് സ്മെല്ലൊന്നും ഇല്ലല്ലോ. അല്ല, പക്ഷെ ഒരുവിധം നമുക്കിപ്പോ ഒരു ഡ്രഗ് അത്യാവശ്യം എന്റെ മേഖലയെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാതുള്ള ഓഫീസേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്താണ് കൂടുതൽ. കോളേജ്, സ്കൂൾ തലങ്ങളിൽ കുട്ടികൾ 70% യുവാക്കൾ ഇതിന് അഡിക്റ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഒരു കലാകാരനെ, ഒരു നടനെയോ പിടിച്ചകത്തോണ്ട് ഇത് ഇല്ലാണ്ടാവില്ല. ഒരു കഴിവുള്ള ആളെ ഇല്ലാണ്ടാക്കാനുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ആണത് വേരോടെ പിഴുതു കളയേണ്ടത്. അതിന് നമ്മുടെ ജോലിയല്ല. നമ്മളന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാനത് പിന്നെ എല്ലാ ദിവസവും ഇരുന്ന് പറയാറില്ല, റിപ്പീറ്റ് ചെയ്യാറില്ല. വളവളാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചാനലിൽ വന്നിട്ട് ഈ പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ എക്സിബിഷനിസോ ഒന്നുമില്ല. എനിക്ക് പറയേണ്ട ആൾക്കാരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ രീതിയിൽ പോകുന്നുണ്ട്. ഇത് നോക്കേണ്ടത് പോലീസ് എക്സൈസാണ്, അല്ലാതെ നമ്മളല്ല. ഇപ്പം അൻസിബ് പറഞ്ഞ പോലെ നമ്മളിതൊന്നുമല്ല, നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ. പക്ഷെ സംഘടനയിൽ, സമിതികളിൽ നമ്മളുണ്ടെന്നുള്ളൂ. അപ്പോൾ
പ്രൈവറ്റ് ഇത് അവനവൻ വിചാരിച്ചാലേ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം മഞ്ജുവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു പൊറോട്ട ഉച്ചക്ക് കഴിക്കണ്ട കേട്ടോ, അത് ഹെൽത്തിന് ചിലപ്പോൾ ബാധിക്കും എന്ന് പറഞ്ഞാൽ ആ മഞ്ജുവിന് ഇഷ്ടമാണെങ്കിൽ മഞ്ജു പോയി കഴിക്കും, അത് അവനവൻ്റെ ഇഷ്ടമാണത്. അല്ലാണ്ട് നമുക്ക് ഫോഴ്സ് ചെയ്തിട്ടൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് ടിൻചേട്ടന് മനസ്സിലായത്, ഇപ്പം ഞാനിപ്പോൾ ഒരു ആങ്കറാണ്, ഐ എം ഡൂയിങ് മൈ വർക്ക്. ഈ വർക്ക് അവേഴ്സിൽ ഇപ്പം എൻ്റെ ടീമിന് ഫീൽ ചെയ്യാൻ ആള് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിലും അത് ശരിയാവില്ലല്ലോ. കാരണം ഒരു ജോലി എന്ന് പറയുന്നത് നമ്മളൊരു നമുക്ക് കംപ്ലൈൻസ് എന്ന് പറഞ്ഞത് ഇപ്പൊ വ്യക്തിനെ പറഞ്ഞു ഷൈൻ ടോമിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് അമ്മയുടെ ഓഫീസിൽ വന്നിട്ടില്ല. വർക്കിന് വന്നിട്ടുണ്ടോ? വർക്കിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. വർക്കിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. ഒരു കൃത്യസമയത്ത് വന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇതൊന്നും വന്നിട്ടില്ല. അയാള് ഉപയോഗിക്കുന്ന അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് നമുക്ക് ഇടപെടാൻ പറ്റില്ല. എന്റെ പേരിൽ ഒരു ടോം ഉണ്ടെന്ന് കരുതിയിട്ട് എനിക്ക് അവിടെ പോയിട്ട് ഷൈൻ ടോം ടിനി ടോം ആണെന്ന് പറയാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ ഇത് വെച്ചിട്ട് മാത്രമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്റെ വർക്ക് അവേഴ്സിൽ അങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ എന്റെ ടീം ഹാസ് എ പവർ പരാതി കൊടുക്കാൻ. അയാൾ ഉപയോഗിച്ചിട്ടുണ്ടോന്ന് അറിയാൻ പറ്റില്ല, കംപ്ലൈന്റ്സ് ഇല്ല, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? പക്ഷെ ഇപ്പോഴാണല്ലോ ഒരു പരാതി വന്നത് അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് ഇവർ അന്വേഷിച്ചോട്ടെ. അല്ല, ഇപ്പൊ ഇത് വന്നതിന് ശേഷം ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ. ഇപ്പം വെളുപ്പിന് 3 മണിക്കൊക്കെ ഡ്രഗ്സ് ചോദിച്ച് ഡ്രഗ്സ് ഉണ്ടെങ്കിലേ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഇൻസിഡൻസ് നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ അത് വ്യക്തിപരമായിട്ട് നടന്നില്ല, അത് അവരുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കണ്ടേ. ഇത് ശരിയാണോ ചോദിച്ചത്? ഇപ്പൊ വ്യക്തി വൈരാഗ്യം വെച്ച് എന്തും വേണമെങ്കിൽ പറയാല്ല. ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവൻ കഞ്ചാവാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ഞാൻ തെളിയിക്കണ്ടേ? ഒരു സ്ത്രീ എന്നെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ തെളിയിക്കണ്ടേ? മനസ്സിലായി. അപ്പൊ അതിന് കുറെ തെളിവുകളോടെ മുന്നിൽ ഒരു കംപ്ലൈന്റ് വന്നാൽ അത് തെളിവുകളോടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതിനൊരു ആക്ഷൻ എടുക്കാൻ അതിന് പ്രോസസ് ഉണ്ടെന്ന് കുറെ. അപ്പോഴേക്കും സമയം കൊടുക്കും, അപ്പോഴേക്കും എന്റെ പേരൊക്കെ ചീത്തയിട്ടുണ്ടാവും. മനസ്സിലായി. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയാറുണ്ട്, ഇത്രയും നാൾ ഇപ്പൊ ഞാൻ 7ാമത്തെ വർഷമാണ് അമ്മയിൽ ഇരിക്കുന്നത്. അത് ഒരു ഗുഡ് വില്ലുള്ളതുകൊണ്ടാണല്ലോ എന്നെ ഇരുത്തുന്നത്. അല്ലെങ്കിൽ ദുസ്വഭാവമോ അല്ലെങ്കിൽ ദുശീലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇരുത്തൂല്ലോ. ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ഒരു സഭയല്ലേ അത്. പിന്നെ ഇപ്പുറത്തൊരു ഓഫീസർ ഇരിപ്പുണ്ട്, പുള്ളിയുടെ പടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ തലവേദന ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എന്നെ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇവരെയൊക്കെ ഉൾപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ആയിരിക്കും. തലവേദന ആവില്ല എന്ന് വിചാരിച്ചാൽ തലവേദന വരുമ്പോൾ അവർ പുറത്ത് പറയുമായിരിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ പറയില്ലേ, ഷൈനെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് പോലും ഇപ്പം എന്നെ എന്തൊക്കെ ചെയ്തു പറഞ്ഞാലും ഞാൻ പറയാം, അമ്മയിൽ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല, റിട്ടേൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻറ്റ്. വേറെ ആൾക്കാരെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്, അമ്മയുടെ മെമ്പേഴ്സ് അല്ല അവർ. ഷൈനെ കുറിച്ച് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. വർക്കിന് വന്നില്ലെന്നോ അല്ലെങ്കിൽ കൃത്യസമയത്ത് എത്തിയില്ലെന്നോ അഭിനയിക്കണില്ലെന്നോ. ഹാർഡ് വർക്കറാണ്. അപ്പം ആളെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ അന്വേഷിക്കണം. പുള്ളിയുടെ ഭാഗം നമ്മളിപ്പോഴും കേട്ടിട്ടില്ല. ഞാൻ ഒരാളുടെ സൈഡ് നിൽക്കുന്നതല്ല കേട്ടോ. അല്ല, മനസ്സിലായി. ഞാനും അത് ആ ഒരു കേസ് വെച്ച് മാത്രമല്ല ഞാൻ ചോദിച്ചത്, ഞാനിത് ഇൻ ജനറൽ ചോദിച്ചതാണ്. ഇപ്പം മഞ്ജു എന്താ കഴിച്ചേക്കണത് എനിക്കറിയാൻ പറ്റൂ. ഇല്ല. അപ്പൊ ഈ തൊഴിലിടത്തിൽ വരുമ്പോ എന്താണ് കഴിച്ചേക്കണമെന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കയറ്റാൻ പറ്റും. അല്ലെങ്കിൽ കൊറോണയുടെ ടെസ്റ്റ് നടത്തിയിട്ട് കയറ്റാൻ. അത് വർക്കിനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് കൂടെ വർക്ക് ചെയ്യുന്ന ആ എംപ്ലോയീസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ അതോറിറ്റി ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരാളെ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇത്ര നാൾ വർക്ക് ഇല്ല എന്ന് പറയാൻ ഒരു അതോറിറ്റി ഉണ്ടല്ലോ. ഞാൻ അതാണ് ചോദിച്ചത്. ഒരു സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരാൾ 8 മണിക്ക് നമ്മൾ ഷൂട്ടിങ് തുടങ്ങണം. അപ്പോൾ 7:55 വരുന്ന ഒരാളാണെങ്കിൽ അത് മാത്രമല്ല, ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് 101% നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ സെറ്റിൽ അവർ യാതൊരു വിഷയം ഉണ്ടാക്കുന്നില്ല. പുള്ളി ചിലപ്പോൾ മദ്യപിച്ചിട്ടായിരിക്കും വരുന്നത്, പക്ഷേ എനിക്ക് കിട്ടേണ്ടത് അവിടെ നിന്ന് കിട്ടി, അദ്ദേഹത്തിൽ നിന്ന് കിട്ടി. അയാൾ മദ്യപിച്ചിരിക്കുന്നതുകൊണ്ട് വർക്കിന് പ്രശ്നമില്ല, സെറ്റിൽ വേറെ വിഷയമില്ല. നമുക്ക് ആ ടൈം കറക്റ്റ് പാലിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് പോലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതിന് 100% കിട്ടുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ കാസ്റ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് ഒരുപാട് പേര് ധർമ്മജനെ പറ്റി പറഞ്ഞു, പുള്ളി മദ്യപിച്ചിട്ടാണ് വിഷയം ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കറിയാം, എനിക്കെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സെറ്റിലെത്തുന്ന പുള്ളിയാണ്. പുള്ളി നമ്മളൊരു ഇത് കൊടുക്കുമ്പോഴത്തേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്നു. നമ്മളെന്താണ് കുറ്റം പറയണത്? സെറ്റിൽ മൂടെ മാറ്റുന്ന വളരെ ഒരു എൻജോയ്മെന്റ് ആക്കുന്ന ഒരാൾ നമ്മളെന്ത് കുറ്റം പറയും? അപ്പോൾ ഈ നമ്മൾ വെളിയിൽ നിന്ന് കേൾക്കുന്ന ഒരു സംഭവം അല്ല ഇതിനകത്തുന്നുള്ളത്. ചിലപ്പോൾ വേറെ ഇതിലുണ്ടായിരിക്കും, പക്ഷെ എൻ്റെ സെറ്റിൽ അങ്ങനെയുള്ളൊരു വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പേടിയുണ്ട് സാർ, അവർക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. സാറിന് നല്ല പേടിയുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലായി. പോലീസ് ഡേയുടെ ഷൂട്ട് ഏതാണ്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു?
40 ദിവസത്തോളം ഷൂട്ടിംഗ് 40 ഡേയ്സ്. ഈ 40 ഡേയ്സിൽ നിങ്ങളോട് എല്ലാവരോടും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ടിനി ചേട്ടൻ, ധർമ്മൻ ചേട്ടൻ, ഹരീഷ് ചേട്ടൻ, അങ്ങനെ ഒരു അൻസിബ, ഇവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ ഇവര് ബിഹൈൻഡ് ദ സീൻ ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കുമല്ലോ നിങ്ങൾ തമ്മിലുള്ള സംസാരവും നിങ്ങളുടെ എക്സ്പീരിയൻസസും. ഒരൊറ്റ ദിവസം ഒരു പോലീസ് ഡേ ചോദിച്ചാൽ ഏതാ പറയാ? ഒരു പോലീസ് ഡേ ആ, ഏതെങ്കിലും ഒരു ദിവസം ഷൂട്ടിന്റെ ഏതെങ്കിലും ഭയങ്കര എന്റർടൈനിങ് എന്റെ കൺട്രോളർ എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളിയാണ് ഏറ്റവും കോമഡി. കൺട്രോളർ ആരാ? കൊടപ്പനക്കുന്ന് എന്ന് പറയും. പുള്ളിനെ കണ്ടാലേ ഞാൻ പുള്ളി ഒരു കഥാപാത്രമാണ്. നേരത്തെ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയതിന് മുമ്പ് വന്ന ചേട്ടനാണോ? അതെ വളരെ സീനിയർ. പുള്ളി നമുക്ക് പാട്ട് പാടിത്തരും, കഥ പറഞ്ഞു തരും, ഭക്തിഗാനം വേണമെങ്കിൽ ഭക്തിഗാനം പാടിത്തരും. എന്റർടൈനർ ഫുൾ ടൈം എന്റർടൈൻ ചെയ്തു. പുള്ളിയുടെ ജോലി വെച്ചെല്ലാം പുള്ളി കൃത്യമായിട്ട് ചെയ്തു തരും. പുള്ളിയുടെ ജോലി ഒഴിച്ചു അല്ലടാ, പുള്ളിയുടെ ജോലിയും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത് അല്ല, കലാകാരനാണ് പുള്ളി. അപ്പൊ പുള്ളി ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നാലും നമുക്ക് ചിരിക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പൊ അതാണ് മെയിൻ എന്റർടൈൻമെന്റ്. സത്യം കേട്ടോ. പോലീസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജീവ് കുടപ്പനക്കുന്ന്. അല്ല, ഒരു കൺട്രോളറിന് നിസ്സാര കാര്യമല്ല ഒരു പടം കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ദൈവം കൂടി വിചാരിക്കണം കൃത്യ ഷൂട്ട്, ക്ലൈമറ്റ് എല്ലാം ഒത്തുവരണ്ടേ. ഇപ്പൊ ഒരു സ്ക്രീനിൽ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അതൊരു ഭാഗ്യം. നിൽക്കുന്ന ഒരാള് ഇത്രയും കൺട്രോൾ ചെയ്തിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാലന്റ് അല്ലേ? അതിന്റെ ഇടയ്ക്ക് എന്നെ മധുസാറിനെ കൊണ്ടുപോയി കാണിക്കും. വണ്ടിയിലിരുത്തി മധുസാറിന് തിരുവനന്തപുരത്ത് ആയിരുന്നു ഷൂട്ട്. അപ്പൊ ഇതെല്ലാം പുള്ളി. മധുസാറിനെ കൊണ്ട് കാണിക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാണ്ട് വെറുതെ കണി കാണിക്കുന്നല്ല. അപ്പൊ നമ്മള് എന്ത് പറഞ്ഞാലും ചെയ്തു തരണം കൺട്രോളർ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരണം. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ആള് ശ്രദ്ധിക്കും. നമ്മുടെ താമസം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇത്രയും ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷെ ഇത്രയും സുഖമുള്ളൊരു തൊഴിൽ വേറെയില്ല. വേറെ എനിക്ക് ഇപ്പൊ ഇദ്ദേഹം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഈ പറയുമ്പോ ചായ ഒന്നും കിട്ടുമൊന്നുമില്ല ഇവിടെ. ആ സമയത്തേ കിട്ടുള്ളൂ, എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും. ഇത് പറയുമ്പോൾ ചായ കിട്ടുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിനിമയാണ്. അല്ലെങ്കിൽ എല്ലാ ഇത് മഞ്ജുന് അപ്പാപ്പ ചോദിച്ച ചായ കിട്ടൂ? അത് ഇവിടെ ഞങ്ങള് തരും, അല്ലാണ്ട് തരും. അപ്പൊ ഷൂട്ടിങ്ങിന്റെ ഭാഗ്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഷൂട്ടിൽ പെടുന്ന ഒരാളല്ലേ, നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അതാ ഞാൻ പറയണത്. അപ്പൊ പിന്നെ ഭക്ഷണം വേണോ, പഴം വേണോ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇത് അതൊക്കെ കിട്ടുന്ന ഒരു ഫീൽഡാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തും കിട്ടും. അതാണ് അവിടുത്തെ പ്രശ്നം. അതാണ് അവിടുത്തെ പ്രശ്നം. മഞ്ജു വേറെ അർത്ഥത്തിലാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് ആവശ്യമുള്ളതാണ് ഞാൻ ഓരോന്നൊക്കെ പറയും. ടിൻചേട്ടാ മുല്ലപ്പൂമ്പൊടി ഏറ്റെടുക്കുന്നുണ്ടായാലും എന്നെ പുറത്താനുള്ള പ്ലാനാ. അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് വഴി കൂടി ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എന്റെ ചുറ്റും മയക്കുമരുന്ന് തന്നെയായിരുന്നു. ഞാൻ അന്ന് അതിലൊക്കെ പോയിരുന്നു, ഞാൻ ചത്തുവാനിപ്പോ. അല്ല ശരി, അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ എന്റെ ഇടയിലാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഞാൻ നിർത്തി വന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇതിന്റെ ഇത് കള്ള് കുടിക്കാത്ത ആൾക്കാർ വന്നിട്ട് കള്ളുകുടിയന്മാരത്തെ പറയുമ്പോൾ എടാ ഇത് കുടിച്ചു നോക്കാം എന്നാലും അതിന്റെ സുഖം അറിയാൻ പറ്റുമെന്ന് പറയില്ലേ. ഞാൻ ഇതിന്റെ സുഖങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ദോഷമാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞത്. വേണ്ടാന്ന് വെച്ചതാണ്. വേണ്ടാന്ന് വെക്കണമെങ്കിൽ അവനവൻ തീരുമാനിക്കണം. ഇപ്പം എന്റെ പണ്ടേ ചാടി ഓടേണ്ടി വന്നെ, ചാടി ഓടേണ്ടി വന്നേന്ന് ഉപയോഗിച്ചു. കുളത്തിൽ ചാടേണ്ടി വന്നല്ലേ. തീർന്നിട്ടാ. ഇപ്പൊ ദൃശ്യത്തിന്റെ ബിഫോർ ആഫ്റ്റർ എന്ന് പറയുന്നത് പോലെ, അതായത് ദൃശ്യം വാസ് ഒരു ട്രേഡ് മാർക്ക്. അതുപോലെ നമ്മൾ മലയാളികളിലേക്ക് കൂടുതൽ അൻസിബ എത്തിയ ഒരു കാര്യമാണ് ബിഗ് ബോസ് ത്രൂ. ബിഗ് ബോസിൽ അതായത് അൻസിബേനെ നമ്മൾ ദൃശ്യത്തിൽ കണ്ട അൻസിബയെ ആയിരുന്നില്ല. ആള് ഇപ്പൊ ടീൻചേട്ടൻ പറഞ്ഞ പോലെ അമ്മയ്ക്കൊക്കെ ഇപ്പോഴും കുട്ടിയാന്ന് പറഞ്ഞാൽ ആള് വലുതായി, ആള് കുറച്ചുകൂടെ മെച്യൂർഡ് ആണെന്നൊക്കെ. ആഫ്റ്റർ ബിഗ് ബോസ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താ? കുറച്ചുകൂടെ ഫാമിലീസായിട്ട് കണക്റ്റായി. എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫാമിലീസാണ്. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിൽ ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്ത് എൻ്റെ അടുത്ത് വരും. അമ്മമാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവരാണ് എൻ്റെ അടുത്ത് പിന്നെ വരുന്നത്. ഞങ്ങളും ഇതുപോലെ ഫാമിലിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അത് എനിക്ക് ഭയങ്കര കുറച്ചുകൂടെ നമുക്കിപ്പോൾ ഒരു അടുത്ത വീട്ടിലെ ആളുകൾ വന്ന് സംസാരിക്കും. അവരങ്ങനെയാണ് എന്നെ കാണുന്നതും തിരിച്ചും എനിക്ക് അങ്ങനെ സംസാരിക്കാം. ഇപ്പോൾ അവരെന്നെ കാണുമ്പോൾ അയ്യോ മോളെ എന്ത് പറ്റി, ക്ഷീണം വല്ലതും ഉണ്ടോ, വെള്ളം വേണം എന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ കുട്ടി, അറിയാവുന്ന കുട്ടി എന്നുള്ള രീതിയിലാണ് കുറച്ചുകൂടെ ക്ലോസ് ആയി. അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ സിനിമയിൽ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര പാവമായിട്ട് അങ്ങനെ ഒന്നും അറിയാത്ത ഒരു കുട്ടി, അങ്ങനെ ശരിക്കും കുട്ടി അങ്ങനെയുള്ള ഒരാളായിട്ടാണ് എൻ്റെ ഇമേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇമേജ് മാറി ഞാൻ എന്താണ് എന്നുള്ള ഒരു ഇമേജ് ആളുകളിലേക്ക് വന്നു.
അങ്ങനെയുള്ളൊരു വ്യത്യാസം വന്നു. ഈ നമ്മള് ഭയങ്കര ഇപ്പൊ അൻസിബ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് ദൃശ്യത്തിലാണെങ്കിലും ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ദൃശ്യത്തിലേക്ക് എനിക്ക് ഓഡീഷനിൽ കിട്ടിയതും. ഞാൻ അതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, വെറുതെ എനിക്ക് കിട്ടിയൊരു റോളായിരുന്നില്ല എന്ന്. അപ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അൻസിബ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന കുറച്ച് ആളുകൾ. അങ്ങനെ ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദീസ് പീപ്പിൾ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരെയൊക്കെയാ പറയാ? ഒരു വലിയ ലിസ്റ്റ് ആയിരിക്കും. അല്ല, എന്തായാലും അത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മയ്ക്കാണ് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഒരു ആക്ട്രസ് ആവണമെന്ന്. അപ്പോൾ ഉമ്മ ചെറുപ്പം തൊട്ടേ ഉമ്മ പറയും, എൻ്റെ അനുന്ന് വീട്ടിൽ വിളിക്കുക, അനുമോൾ ആക്ട്രസ് ആവും. അപ്പോൾ ഉമ്മയ്ക്ക് അറിയില്ല ഞാൻ എങ്ങനെ ആക്ട്രസ് ആവും അറിയില്ല, അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഒരു ഫാമിലി എങ്ങനെ സിനിമയിലേക്ക് വരും എന്നറിയില്ല. ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടില്ല, പാട്ട് പഠിക്കാൻ പോയിട്ടില്ല, എന്തിന് സ്കൂളിൽ പോലും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഒരാളായിരുന്നില്ല. ഞാൻ ആകെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കഥാകഥനത്തിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അന്ന് 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കഥ പറയാ, അതിനു വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ എനിക്ക് 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 7ലും 8ലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരം ഒപ്പന കളിക്കാൻ എന്നെ കൂട്ടുമെന്ന് ചോദിച്ചിട്ട് ഞാൻ പോകും. അപ്പോൾ എന്നെ ആരും ഒപ്പന കളിപ്പിക്കൂല, എന്നെ മണവാട്ടിയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇവർക്കെല്ലാം കളിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓക്കെ മണവാട്ടിയെങ്കിൽ മണവാട്ടി, ഒപ്പനയിൽ ജോയിൻ ചെയ്യും. അങ്ങനെ ഞാൻ മണവാട്ടി ആവാറുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം. പിന്നെ ഒരു മോണോ ആക്ട് ഉണ്ട്, ആ മോണോ ആക്ടിന് എല്ലാ വർഷവും ആകെ 3 കുട്ടികളെ പങ്കെടുക്കുക. 1ോ 2ോ 3ോ ഏതെങ്കിലും ഒന്നും കിട്ടും. ഇത് ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ പോകണം, പാട്ട് പഠിക്കണം എന്നൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു റിയാലിറ്റി ഷോ ത്രൂ ആണ് ഞാൻ സിനിമയിൽ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓഡീഷൻ കുറേ നടക്കാത്ത പടങ്ങളിൽ അഭിനയിച്ചു. കുറേ പടം അപ്പോഴേക്കും പിന്നെ ഫിനാൻഷ്യലി കുറേ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുമല്ലോ, കുറച്ചുകൂടെ വളർന്നു. പടം നടക്കൂലെന്ന് പറഞ്ഞാലും ഓക്കെ കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ അഡ്വാൻസ് വാങ്ങിക്കും. അങ്ങനെ ലൈഫ് റൺ ചെയ്തിട്ടുണ്ട്. കാരണം ആ പടത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷെ എനിക്കതിൻ്റെ അഡ്വാൻസ് കിട്ടും. പക്ഷെ ആ പടം നടക്കൂലെന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവും. കുഴപ്പമില്ല, അടുത്ത പടം. അങ്ങനെ എത്രയോ പടങ്ങൾ റിലീസ് ചെയ്യാത്ത കുറേ പടങ്ങളുണ്ട്. അപ്പോൾ ഉള്ളിൽ നമുക്കൊരു വിഷമം വരാൻ തുടങ്ങുമല്ലോ. നല്ല പടം ചെയ്യണം, ഒരു സിനിമയെങ്കിലും ആളുകൾ കാണുന്ന ഒരു സിനിമ. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു അത് ദൃശ്യം ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഓഡീഷൻ കുറേ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം മുന്നെയാണ് ജിത്തു സാർ ഇങ്ങനെ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഓഡീഷന് വിളിക്കുന്നത്. അതും ഏതോ ഒരു തമിഴ് പടത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട്. അങ്ങനെ ഞാനപ്പോൾ ആ സമയത്ത് ചെന്നൈയിലാണ്, ഞാനും എൻ്റെ പേരൻസും ഞങ്ങൾ 3 പേരും കൂടെ ഇല്ലാത്ത പൈസയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊച്ചിയിലേക്ക് കടം മേടിച്ച കാശുണ്ട് വന്നേ. എന്നിട്ട് കാരണം ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ട്രെയിനിന് വന്നാൽ എത്തൂല. അങ്ങനെ കടം മേടിച്ച കാശ് കൊണ്ടാണ് 3 ഫ്ലൈറ്റ് ടിക്കറ്റ്, ആദ്യമായിട്ടാണ് 3 ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കാശ് മുടക്കി എടുക്കണേ. എന്നിട്ട് ഇവിടെ എത്തി സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഓഡീഷൻ കഴിഞ്ഞ് അപ്പോഴും ഞാൻ എന്നെ എടുക്കൂല എന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ പോകാൻ നേരത്ത് എന്നാൽ ശരി സാർ ബായ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം മെഷർമെൻ്റൊക്കെ കൊടുത്തിട്ട് പോകും കുട്ടിയെന്ന് പറഞ്ഞു. മെഷർമെൻറ്റ് അവൻ്റെ അടുത്തു. അപ്പോൾ എനിക്ക് താങ്ക്സ് പോലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നല്ലോ. ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുമായിരുന്നു. പിന്നെ യാന്ത്രികമായിരുന്നു, മെഷർമെൻ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് പിറ്റേ ദിവസം തന്നെ തൊടുപുഴയ്ക്ക് വന്നു. അപ്പോഴും സിനിമ ഇത്രയും വലിയ സക്സസ് ആവുന്നൊന്നും വിചാരിച്ചില്ല. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ, മീന ചേച്ചി, വലിയൊരു ഫിലിം സ്കൂള്, അവിടെയാണ് പോയിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ എല്ലാം സിംഗിൾ ടേക്കാണ്, റിഹേഴ്സൽ സിംഗിൾ ടേക്ക്, അങ്ങനെയാണ് മൾട്ടി ക്യാം ഷൂട്ടുമാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു റിഹേഴ്സലും 10 ടേക്ക് വരുന്നില്ലേ? സിംഗിൾ ടേക്ക് അല്ലായിരുന്നു, സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന് പറയല്ല. അപ്പോൾ അങ്ങനെ ആ പടം കഴിഞ്ഞ് പിന്നെ അത് പെട്ടെന്ന് വലിയ സക്സസ് ആയി. പക്ഷെ അത് വലിയൊരു മാസീവ് സക്സസ് ആയതുകൊണ്ടേ മറ്റേ ആറ്റം ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലൊരു ബോംബ് കണ്ടുപിടിക്കണമല്ലോ, അങ്ങനെ ഒരു സാധനം പിന്നെ കിട്ടിയില്ല. അതൊരു വല്ലാത്ത. അൻസിബ പറഞ്ഞാൽ ഓർക്കണ്ട്, ഇനി ഒരു മണിരത്നം ഫിലിമോ ഒരു രാജമൗലി മൂവിയൊക്കെ അഭിനയിക്കണം ദൃശ്യത്തിന് ഓർക്കണം. കാരണം അതിന്റെ ദൃശ്യം എന്ന് പറഞ്ഞാൽ എത്ര ഭാഷകളിലേക്ക് പോയതാണ്. ഞാൻ എന്നെ പുകഴ്ത്തി പറയാൻ വേണ്ടി പറയല്ല, ആ പടത്തിന്റെ വാല്യൂ ആണത്. ഇത് കൊറിയയിലേക്ക് എടുത്തു, മലേഷ്യൻ ലാംഗ്വേജ്, അങ്ങനെ പല ലാംഗ്വേജിൽ പോയി, ഇത് വേറെ ലെവലിൽ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരെപ്പോഴും അടുത്ത പടം ഏതാ, അപ്പോൾ ഞാൻ പടത്തിൻ്റെ പേര് ഓക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലോട്ടുള്ളൊരു പടമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ബേസിക്കലി ഈ ആർട്ടിസ്റ്റിനൊരു വാല്യൂ കുറച്ച് കാണാൻ തുടങ്ങും. അപ്പം അങ്ങനെ എന്നെ വാല്യൂ കുറച്ച് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ എന്നെ ഒരു കൊളീഗായിട്ട് എനിക്ക് അവരുടേത് തന്നെ വാല്യൂ തന്നിട്ടുള്ള വലിയ ആർട്ടിസ്റ്റുണ്ട്. ഇപ്പം മമ്മൂക്കയൊക്കെ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ സുഹൃത്തിനെ പോലെ സംസാരിക്കുക, അതിൻ്റെ ആവശ്യം മമ്മൂക്കാക്കില്ല, ലാലേട്ടനില്ല.
അപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ അടുത്ത് നിന്നാട്ടോ അത് കണ്ടുപിടിക്കേണ്ടത്. കൂടെ ഉള്ളവരെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. ഗിവ് ആൻഡ് ടേക്ക് ആണ് റെസ്പെക്ട് എപ്പോഴും. ഞാൻ വലിയ ആളാണ്, ഇവര് ചെറിയ ആളാണ്, അങ്ങനത്തെ ഒരു സാധനമേ ഇല്ലാത്ത, അങ്ങനെ ഇല്ല. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ഇവർക്ക് ആർക്കും ഇല്ല. അങ്ങനെയുള്ളൂ. അപ്പോൾ എനിക്ക് ടിനിച്ചേട്ടനും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ പരിചയപ്പെടുന്ന സമയത്തും ടിനിച്ചേട്ടൻ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ബിഹേവ് ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണത്. അപ്പോൾ അതൊരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഒക്കെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ പേരൊരു ഗുണമുണ്ട്. അൻസിബ ഹാസൻ എന്ന് പറയുമ്പോൾ തമിഴിലൊക്കെ കമലഹാസന്റെ ആരെങ്കിലും ആണ്. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എന്റെ ഈ ഫേസ്ബുക്കിലൊക്കെ കുറെ പേര് വന്ന് കമന്റ് ഇടും. കുറെ പേര് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ട് അൻസിബാജി आपका पिताजी है कमल हासन जी कैसे हो. അപ്പൊ ഞാൻ ചില സ്ഥലത്ത് അപ്പൊ ഞാൻ വിചാരിക്കും അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ആദ്യം. അതാണ് അന്നേ റെസ്പെക്ട് ചെയ്തത്. അല്ല, എന്റെ കുട്ടിയായിരിക്കും. എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അബിക്കായിരുന്നു. അബിക്ക എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അബിക്കയുടെ ഒരു ഷോയിൽ ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, ഒരു ന്യൂ ഇയർ ഷോയ്ക്ക്. ആ സമയത്ത് അബിക്കനെ പരിചയപ്പെട്ടു. അപ്പൊ അബിക്കൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ പേര് നല്ല പേര്. ഞാൻ ചോദിച്ചാൽ എന്താ? അൻസിബ ഹാസൻ. അപ്പൊ ഞാൻ കമൽ ഹാസൻ, ശ്രുതി ഹാസൻ കൊള്ളാലോ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു, ശരിയാണല്ലോ. പിന്നീട് ഇതുപോലെ പലരും ചോദിക്കാൻ ഓക്കെ അല്ല, ഞങ്ങള് 2 സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ഒരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പൊ കേസ് ഇപ്പൊ നമ്മുടെ പരാതി തന്നപ്പോഴാണ് ആദ്യമായിട്ട് അമ്മയിലൊരു ഇത് വരുന്നത്. വീണ്ടും ഞാൻ തിരിച്ചതിലേക്ക് കൊണ്ടുവരുന്നതല്ല. മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ദൃശ്യത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് 3 എപ്പോ വരും? 3 അല്ല, ഭയങ്കര ക്ലീഷേ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. എന്നാലും ദൃശ്യം 3 എപ്പോ വരും അറിയില്ല. ഇപ്പൊ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞിരിക്കുന്ന അത് മാത്രമേ എനിക്കും അറിയുള്ളൂ. ഓക്കെ, അപ്പൊ പോലീസ് ഡേ ഈ പറഞ്ഞ മാതിരി റിലീസ് ചെയ്യാത്ത സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് റിലീസ് ചെയ്യുന്ന സിനിമ റിലീസ് ആവാനിരിക്കുകയാണ്. അത് കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഗ്നന്റ് ലേഡിയെ പോലെയാണല്ലോ ഡയറക്ടേഴ്സിനെ എപ്പോഴും നമ്മൾ പറയാം, അത് നന്നായിട്ട് ഡെലിവർ ചെയ്യണം. എന്നിട്ട് ആ കുഞ്ഞിനെ കാണുമ്പോഴാണല്ലോ ആ ഒരു സന്തോഷം ഉണ്ടാവുക. നന്നായിട്ട് വളർന്ന് വലുതായി അപ്പൊ അത് അല്ല, അപ്പോൾ ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു മൂവിയിൽ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു നല്ല കഥാപാത്രം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതെനിക്ക് ഓഫർ ചെയ്തതിൽ ഡയറക്ടറോടും അതിൻ്റെ പ്രൊഡക്ഷനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കൂടെ അഭിനയിച്ച ടിനിച്ചേട്ടൻ, മറ്റു ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അതിലുപരി ഒരു പുതുതായിട്ടൊരു സിനിമ ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളുടെ, പ്രത്യേകിച്ച് മറ്റൊരു മേഖലയിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ തരണം ചെയ്തിട്ടായിരിക്കും ഈ ഒരു സിനിമ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഫാമിലിയിലുള്ള എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, സുഹൃത്തുക്കളെ കൺവിൻസ് ചെയ്യണം. ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞാൽ വീട്ടിലുള്ളവർ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ള കുറേ ഫാമിലീസ് ഉണ്ട്, ബാക്കി ഫാമിലീസ് ഉണ്ട്, അവരെയൊക്കെ കൺവിൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതൊക്കെ ചെയ്ത് ഒരു സിനിമ വരികയാണ്. അപ്പോൾ അത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സംവിധായകനെ വാർത്തെടുക്കുകയാണ് എല്ലാവരും. അപ്പോൾ അയാൾക്കൊരു അവസരം കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് നല്ല പടങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നമ്മളെയൊക്കെ ഓർക്കാൻ പറ്റട്ടെ. അല്ല, നമ്മൾ ദുബായിൽ നിന്ന് വരുത്തിച്ചിട്ടാണ് അൻസിബനെ അഭിനയിച്ചത്. ഞാനിവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മ വഴി വിളിച്ചു. കാരണം അവിടെ വേറെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ വിളിക്കുമ്പോൾ തന്നെ അൻസിബ താത്തഞ്ചികള ദുബായിലാണോ ഇവിടെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഒരു ഡയറക്ടറിന്റെ മനസ്സിൽ ഈ ഒരു രൂപം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആളെ തേടി പോകുക എന്നുള്ള സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോയില്ല. പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ പാടാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ സന്തോഷവും ഇതുമൊക്കെ തിയേറ്ററിൽ നിന്ന് പോലീസ് ഡേ കണ്ടിറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സിനിമ വൻ സക്സസ് ആയി മാറട്ടെ. താങ്ക് യു സോ മച്ച്.